നമസ്കാരം. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് CPM. ഈ ഇലക്ഷൻ കാലം വാർത്തകളുടെ ആഘോഷമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും എല്ലാ സംഘടനകളിലും, LDF-ലും UDF-ലും BJP-യിലും എന്നല്ല, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇത്രയും കാലം ഉണ്ടാകാത്ത വിധത്തിലുള്ള വാർത്തകളുടെ കൂട്ടം. ഈ വാർത്തകളിൽ ഏറ്റവും കൗതുകമുണർത്തുന്നത് CPM-ൽ ഉണ്ടായിരിക്കുന്ന പൊട്ടിത്തെറിയാണ്. സാധാരണ കേഡർ പാർട്ടിയായ CPM-ൽ ഇലക്ഷൻ കാലത്തെന്നല്ല, സാധാരണ സമയത്തും ഇതുപോലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകാറില്ല. അഥവാ ഉണ്ടായാൽ തന്നെ അതിനെ എങ്ങനെ അടിച്ചമർത്തണമെന്ന് CPM-ന് അറിയാം. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആകെ പതറി നിൽക്കുകയാണ് CPM അണികളും നേതൃത്വവും കേന്ദ്ര നേതൃത്വവും. കേരളത്തിൽ അങ്ങറ്റം ഇങ്ങറ്റം വിമതരുടെ ശല്യമായിരിക്കുന്നു. പാർട്ടിയിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചവർ ഇപ്പോൾ കോൺഗ്രസിലേക്കും BJP-യിലേക്കും ചേക്കേറും. ഇവിടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നു, പാർട്ടികളിൽ ഭാരവാഹിത്വം ഉറപ്പിക്കുന്നു. ആകെ പതറി നിൽക്കുകയാണ് CPM. ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഭാര്യ PK ശ്യാമളയുമാണ്. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കണ്ണൂരിൽ തന്നെ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. CPM-നെ സംബന്ധിച്ച് കണ്ണൂർ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ അടിത്തറയാണ്. അവിടെ പാർട്ടിക്ക് എതിർവാക്കുകളില്ല. പാർട്ടി ഗ്രാമങ്ങൾ ധാരാളമുള്ളട. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും ജില്ലയിൽ വിമത പ്രശ്നങ്ങൾ തലപൊക്കിയതിന്റെ, അല്ലെങ്കിൽ വിമത പ്രശ്നങ്ങൾ പാർട്ടിയെ ഉലയ്ക്കുന്നതിന്റെ ആഘാതത്തിലാണ് പാർട്ടി. ഇന്നലെ വരെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന TK ഗോവിന്ദൻ മത്സരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയ്ക്കെതിരെയാണ്. പാർട്ടി ആകെ ഞെട്ടലിലാണ്. പാർട്ടി ഫണ്ട് തട്ടിപ്പിന്റെ പേരിൽ സംസ്ഥാനമാകെ ഉലഞ്ഞ പയ്യന്നൂർ, അവിടെ മധുസൂദനെതിരെ V കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുമെന്ന് പാർട്ടിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നീക്കം അപ്രതീക്ഷിതമായി. ഇവരെല്ലാം സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയും അവർക്ക് UDF പിന്തുണ നൽകുകയും ചെയ്തതോടുകൂടി പാർട്ടി ആകെ അങ്കലാപ്പിലാണ്. കേഡർ പാർട്ടിയുടെ ആസ്ഥാനമായ കണ്ണൂരിൽ നിന്ന് തന്നെ ഇത്തരം വാർത്തകൾ പുറത്തു വന്നപ്പോൾ മറ്റുള്ളിടത്ത് എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നറിയാത്ത അവസ്ഥയിലായിരിക്കുന്നു CPM. ഫലത്തിൽ കണ്ണൂരിലെ 2 സുരക്ഷിത മണ്ഡലങ്ങളിൽ വിമത സ്ഥാനാർത്ഥികൾ കൊണ്ട് ആകെ പ്രശ്നമായിരിക്കുകയാണ് CPM-ന്. ഒന്ന് V കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദൻ. ഇരുവരും UDF പിന്തുണയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്രയും കാലം സുരക്ഷിത മണ്ഡലങ്ങളായിരുന്നു പയ്യന്നൂരും തളിപ്പറമ്പും. അത് കൈവിട്ടു പോകുമോ എന്ന അങ്കലാപ്പിലാണ് പാർട്ടി നേതൃത്വം. ഇവരെ കാണാത്ത സ്വജനപക്ഷപാതമാണ് CPM-ലെന്നും ചോദ്യം ചെയ്യുന്നവരെ ക്രൂശിക്കുന്ന നിലപാടാണ് CPM-ന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിന്റേതെന്നും ആരോപിച്ചുകൊണ്ടാണ് TK ഗോവിന്ദൻ പാർട്ടി വിട്ടത്. സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ തന്നെ മത്സരിപ്പിക്കുന്ന തരംതാണ തരത്തിലുള്ള സ്വജനപക്ഷപാതത്തിന് പാർട്ടി അടിപ്പെട്ടു എന്നും അതിനെ ചോദ്യം ചെയ്തവരെ ക്രൂശിക്കുകയാണ് എന്നും ഗോവിന്ദൻ ആരോപിച്ചു. MV ഗോവിന്ദൻ 3 തവണ MLA ആയതാണ്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ ആ സീറ്റിലേക്ക് ഭാര്യയെ തന്നെ പിടിച്ചിരുത്തുന്നത് ഒരിക്കലും പാർട്ടിക്ക് യോജിച്ചതല്ല എന്നും ഇതിനെങ്ങനെയാണ് പിണറായി വിജയൻ സമ്മതം മൂളിയത് എന്നുമാണ് ഗോവിന്ദന്റെ ചോദ്യം. ഇത് പാർട്ടിയിലും അണികളിലും ഉണ്ടാക്കിയിരിക്കുന്ന അങ്കലാപ്പ് ചില്ലറയല്ല, എതിർപ്പ് ചില്ലറയല്ല. എന്നാൽ PK ശ്യാമള തന്റെ ഭാര്യയായതുകൊണ്ടല്ല, ശരിയായ പാർട്ടി പ്രവർത്തകയായതുകൊണ്ടും അർഹതയുള്ള സ്ഥാനത്തേക്കുമാണ് മത്സരിക്കുന്നത് എന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. എന്തായാലും TK ഗോവിന്ദൻ പാർട്ടിക്ക് പുറത്താണ്, വിമത സ്ഥാനാർത്ഥിയാണ്, UDF-ന്റെ പിന്തുണയോടുകൂടി മത്സര രംഗത്താണ്. തളിപ്പറമ്പിലെ MLA ആയ MV ഗോവിന്ദന് പകരം ഭാര്യയെ നിർദ്ദേശിച്ച സമയം മുതൽ തന്നെ പാർട്ടിയിൽ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. കീഴ്ഘടകം മുതൽ മേൽഘടകം, ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും മണ്ഡലം കമ്മിറ്റിയിലും വരെ ശക്തമായ എതിർപ്പുണ്ടായിട്ടും ആ എതിർപ്പുകളെ മുഴുവൻ അവഗണിച്ചുകൊണ്ടാണ് PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. പയ്യന്നൂരിലാണെങ്കിൽ 3 ഫണ്ടുകളിൽ നിന്നായി ഏകദേശം 1 കോടിയോളം രൂപ അപഹരിച്ചതായി കുഞ്ഞികൃഷ്ണൻ ആരോപണമുയർത്തി, കണക്കുകൾ നിരത്തി. എന്നാൽ അതിന് ശരിയായൊരു മറുപടി നൽകാനോ പകരം കണക്ക് വയ്ക്കാനോ പാർട്ടി ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞികൃഷ്ണനും ഇപ്പോൾ വിമത സ്ഥാനാർത്ഥിയാണ് പയ്യന്നൂരിൽ. ഇതൊക്കെ പാർട്ടിക്കകത്ത് ഉണ്ടാക്കുന്ന കോലാഹലം ചെറുതല്ല. മുൻമന്ത്രിമാർ, MLA-മാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ വിമത പ്രശ്നമൊരുക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുമ്പോൾ ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഈ ഇലക്ഷൻ കാലത്ത് ഉണ്ടാകുമോ എന്ന അങ്കലാപ്പിലാണ് CPM.
പുറത്തുപോയി വിമതവേഷം കെട്ടുന്ന എല്ലാവരും ഗുരുതരമായ പ്രശ്നങ്ങളാണ് പാർട്ടിയെക്കുറിച്ച് ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം നേതൃത്വത്തെക്കുറിച്ച് വിഭാഗീയതയിലും കലാപങ്ങളിലും ആകെ വേവുകയാണ്, വെന്തെരിയുകയാണ്. ഇത് ഈ ഇലക്ഷൻ കാലത്ത് CPM-നുണ്ടാക്കുന്ന തിരിച്ചടി ചെറുതായിരിക്കും. സ്വന്തം നേതാക്കൾക്ക് പോലും പാർട്ടിയെ വിശ്വാസമില്ലാതിരിക്കുമ്പോൾ ജനം എങ്ങനെയാണ് ഈ പാർട്ടിയെ വിശ്വസിക്കുന്നത് എന്ന കോൺഗ്രസിന്റെയും BJP-യുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നിൽക്കുകയാണ് CPM. നേതാക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കും മാത്രമേ പാർട്ടിയിൽ സ്ഥാനമുള്ളൂ എന്നും ബാക്കിയുള്ളവരെല്ലാം കൊടി പിടിക്കാനും പോസ്റ്റ് ഒട്ടിക്കാനും നിന്നാൽ മതി എന്നുള്ള ആക്ഷേപം ഇപ്പോൾ CPM-നെയും പിന്തുടരുകയാണ്. വളരാവുന്ന നേതാക്കൾക്ക് അവസരം നൽകിയില്ല എന്നും തനിക്കൊപ്പം നേതാക്കളെ വളർത്തിയില്ല എന്നും അതിന്റെ കാരണം തന്റെ ബന്ധുക്കൾക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് എന്നും TK ഗോവിന്ദൻ ഉന്നയിച്ച ആരോപണത്തിന് മറുപടി പറയാൻ കഴിയാതിരിക്കുകയാണ് നേതൃത്വം. തലയെടുപ്പുള്ള നേതാവായ KK ശൈലജയെ അവർ സ്ഥിരമായി വിജയിച്ചു വന്നിരുന്ന മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറ്റിയത് മനഃപൂർവ്വം തോൽപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നും അടുത്ത ഭരണം കിട്ടിയാൽ യാതൊരു കാരണവശാലും KK ശൈലജയെ മന്ത്രിസഭയിലേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയാണെന്നും ഗോവിന്ദന്റെ ആരോപണം സമൂഹമാകെ ഏറ്റെടുത്തിരിക്കുകയാണ്. ആകെ പ്രശ്നമായിരിക്കുന്ന CPM-ൽ G സുധാകരന്റേതാണ് ഏറ്റവും വലിയ ബോംബായി മാറിയത്. അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനം, മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ സുധാകരനെ പിന്തുണയ്ക്കുന്നത് UDF-ന്റെ പരിഗണനയിലാണ്. ഇത്രയും കാലം ഇടതുപക്ഷത്തോടൊപ്പം നിന്ന അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ ഗതി എന്താകും എന്ന് തിരിച്ചറിയണം. അതുപോലെ കുഞ്ഞികൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗമാണ് കണ്ണൂരിൽ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന V കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് മധുസൂദനെതിരെ. അവിടെയും UDF-ന്റെ പിന്തുണയുണ്ട്. UDF സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല, കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കും. MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള മത്സരിക്കുന്ന തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ദേവികുളത്ത് മുൻ MLA ആയ S രാജേന്ദ്രൻ BJP-യിൽ ചേർന്നു. ദേവികുളത്ത് BJP സ്ഥാനാർത്ഥിയാണ് S രാജേന്ദ്രൻ. CPM-ന്റെ മുൻനിര നേതാക്കളിൽ ഒരാളായിരുന്നു ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. പാലക്കാട് മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ PK ശശി CPM-നെതിരാണ്, പാർട്ടിയിൽ നിന്ന് പുറത്താണ്. വിമത സമ്മേളനത്തിൽ പങ്കെടുത്തതിനാണ് PK ശശിയെ പുറത്താക്കിയത്. PK ശശിയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുണ്ട്. PK ശശി എവിടെ മത്സരിച്ചാലും കോൺഗ്രസ് പിന്താങ്ങുന്നതാണ്. VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന A സുരേഷ് മലമ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. മലമ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് സുരേഷ് ആദ്യം മത്സരിക്കാൻ തീരുമാനിച്ചതെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാനാണ് സുരേഷിന്റെയും പാർട്ടിയുടെയും തീരുമാനം. ഇങ്ങനെ പാർട്ടി അംഗങ്ങൾ തന്നെ താഴെത്തട്ട് മുതൽ മുകളറ്റം വരെ വിമത സ്ഥാനാർത്ഥികളായി പുറത്തു വരുമ്പോൾ അവരെ പിന്താങ്ങാൻ UDF കൂടെ എത്തുമ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ CPM-ന് വലിയ വെല്ലുവിളിയാണ്. ഇലക്ഷൻ കാലത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പുകലുകൾ ചെറുതല്ല. ഇനി കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ നിയമസഭാ ഇലക്ഷന്. ഇതിനിടയ്ക്ക് അതിനൊരു പരിഹാരമുണ്ടാക്കാൻ CPM-ന് കഴിയുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.